മനുഷ്യ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വളരെയധികം പ്രയാസം സഹിച്ച, ദുരിതം സഹിച്ച ഒരു സമുദായമായിരുന്നു ബനൂ ഇസ്രായേൽ. ഞാനാണ് റബ്ബ്, അന റബ്ബുക്കുമുൽ അഅല എന്ന ധിക്കാരത്തിൻ്റെ സ്വരത്തിൽ പറയുകയും അതിനനുസരിച്ചു തന്നെ ജനജീവിതത്തെ പ്രയാസപ്പെടുത്തുകയും ചെയ്ത ഫിർഔൻ എന്ന ഈ ദുനിയാവിലെ അധികാരം പടച്ച റബ്ബ് നൽകി അതിൽ തൻ്റെ പ്രജകളെ പ്രയാസപ്പെടുത്തിയ ഫിർഔനിൻ്റെ കീഴിൽ ഒരുപാട് വർഷക്കാലം പ്രയാസങ്ങൾ സഹിച്ച് ഒരാൺകുട്ടിയെ പ്രസവിക്കുവാനുള്ള അവകാശം പോലും ബനൂ ഇസ്രായേലിലെ ഉമ്മമാർക്ക് നൽകാതെ ആ നാട്ടിലെ ഏറ്റവും അധമന്മാരായി, ഏറ്റവും ദരിദ്രരായി, ഏറ്റവും താഴേക്കിടയിലുള്ളവരായി മാത്രം അവരെ കണ്ട് അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാനുള്ള, ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇല്ലാതെയാക്കി അടിച്ചമർത്തി നൂറ്റാണ്ടുകളോളം ഫിർഔൻ ബനൂ ഇസ്രായേലിനെ ഭരിച്ചു വന്നാണ്. ഇവർക്കിടയിലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. അവർക്കിടയിൽ നിന്ന് തന്നെ കടന്നു വരുന്നു. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ വളരുന്നു. പിന്നീട് മദിയനിലേക്ക് പോകുന്നു. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പക്കൽ നീണ്ട 10-11 വർഷക്കാലം ജീവിച്ച് വീണ്ടും നുബൂവത്തുമായി ഫിർഔനിന്റെ രാജകൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നീട് അവിടെ നിന്ന് ആ ബനൂ ഇസ്രായേലരെ ഫിർഔനിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുന്ന രംഗമുണ്ട്. ചരിത്രം നമുക്കറിയാം. ഫിർഔൻ അവിടെ മുങ്ങി നശിപ്പിക്കപ്പെടുന്നുണ്ട്. തങ്ങൾക്ക് നാടില്ലാതെ, തങ്ങളുടെ കൂടെ സമ്പത്തൊന്നുമില്ലാതെ വിശ്വാസികളുടെ ഒരു കൂട്ടത്തെ ഒരു കടല് പിളർത്തി മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്നൊരു വാചകം സൂറത്തുൽ അഅറാഫിന്റെ 128 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്ന സന്ദർഭമുണ്ട്. അവരോട് പറയുന്ന വാക്കാണ് ഇസ്തഈനു ബില്ലാഹി വസ്ബിറൂ, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുകയും ക്ഷമിക്കുകയും ചെയ്യുക. എന്നിട്ട് ചേർത്തു പറയാണ്, ഇന്നൽ അർള ലില്ലാഹ്, ഇന്നൽ അർള ലില്ലാഹ്, തീർച്ചയായിട്ടും ഭൂമി, ഈ ഭൂമി മുഴുവൻ, ഈ ദുനിയാവ് മുഴുവൻ അത് അല്ലാഹുവാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, ആ ഭൂമിയിൽ സ്വാധീനമെന്നത് അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ അടിമകൾക്ക്, അവന്റെ ദാസന്മാരിൽ നിന്ന് ആർക്ക് പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നുവോ അവരെ അതിനെ അവകാശപ്പെടുത്തി കൊടുക്കുന്നു. ഒന്നുമില്ലാതെ, സമ്പത്തില്ലാതെ, കുടുംബമില്ലാതെ പ്രയാസപ്പെട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ചെങ്കടലിനപ്പുറത്തേക്ക് കടന്നു വന്ന് മരുഭൂമിയിലേക്ക് പ്രവേശിച്ച് ഭക്ഷണം എവിടെയെന്നറിയില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് മന്നയും സെൽവയും ഇറക്കി കൊടുത്തുവെന്ന് വിശുദ്ധ ഖുർആൻ. അവരോട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയണേ, അള്ളാഹുവിൻ്റെതാണ് ഭൂമി. ആ ഭൂമി അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക്, അവന്റെ ദാസന്മാർക്ക് അവൻ അതിനവകാശപ്പെടുത്തി കൊടുക്കുന്നുവെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു രംഗം നമുക്ക് സൂറത്തുൽ അഅറാഫിലൂടെ അതിന്റെ 128 ആയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, വിശാലമായി കിടക്കുന്ന ഈ ദുനിയാവിൽ, വിശാലമായി കിടക്കുന്ന ഈ പടച്ച റബ്ബിന്റെ ദുനിയാവിൽ, ഭൂമിയിൽ അല്പം ചില അധികാരമൊക്കെ പടച്ച റബ്ബ് ചില സമയങ്ങളിൽ, ചില കാലങ്ങളിൽ, ചില കുറഞ്ഞ കാലയളവിൽ ചിലർക്ക് നൽകിയേക്കാം. ഇതൊന്നും ശാശ്വതമേ അല്ല. ഇതൊന്നും ഒരിക്കലും അന്ത്യനാൾ വരെ നിലനിന്നു പോകുന്നതേ അല്ല. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി സൂറത്തു ആൽ ഇംറാനിന്റെ 26 ആയത്ത് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് അവിടെ കാണുന്നത്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, പറയുക, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, എല്ലാത്തിൻ്റെയും, ഈ ദുനിയാവിൽ എത്ര അധികാരമുണ്ടെങ്കിലും, അത് ഇത്ര വർഷം ഒരാളുടെ കയ്യിലുണ്ടെങ്കിലും, എല്ലാത്തിൻ്റെയും ഉടമ അത് പടച്ച റബ്ബ് മാത്രമാണ്. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആ ആധിപത്യത്തെ എടുത്തു നീക്കുകയും ചെയ്യുന്നു. വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത വരുത്തുകയും ചെയ്യുന്നു. ബിയദികൽ ഖൈർ, നിന്റെ കയ്യിലാകുന്നു റബ്ബേ എല്ലാ നന്മയുമുള്ളത്.
ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആധിപത്യം നൽകുന്നു. അള്ളാഹു ആരിൽ നിന്ന് ആധിപത്യത്തെ, അധികാരത്തെ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരിൽ നിന്ന് പടച്ച റബ്ബ് തിരിച്ചു പിടിക്കുന്നു. ആർക്ക് പ്രതാപം നൽകണമെന്ന് റബ്ബ് തീരുമാനിക്കുന്നുവോ അവർക്ക് റബ്ബ് പ്രതാപം നൽകുന്നു. ആരെ നിന്ദ്യരാക്കണമെന്ന് റബ്ബ് തീരുമാനിക്കുന്നുവോ അവരെ റബ്ബ് നിന്ദ്യരാക്കുന്നു. ചരിത്രത്തിൽ ബനൂ ഇസ്രായേലരുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഈ ബനൂ ഇസ്രായേലർ ഫറോവയുടെ കീഴിൽ, ഫിർഔനിന്റെ കീഴിൽ പ്രയാസം അനുഭവിക്കുന്നതിന് മുമ്പ് അവർക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഫലസ്തീനിൽ നിന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തിൽ ഈജിപ്തിലേക്ക് വരുന്ന രംഗമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തൻ്റെ മുന്നിൽ കടന്നു വരുന്ന രംഗമുണ്ട്, സുജൂദ് ചെയ്യുന്ന രംഗം. ആ രംഗം പിന്നീട് അത് സത്യമായി പുലരുമ്പോൾ ആ ഈജിപ്തിലെ ഭരണാധിപനായി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുണ്ട്. ആ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 12 മക്കളാണ് ബനൂ ഇസ്രായേലിയർ. അധികാരം കിട്ടിയിട്ടുണ്ട് അവർക്ക്. പടച്ച റബ്ബ് അധികാരം നൽകിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഫിർഔനിന്റെ കീഴിൽ പ്രയാസപ്പെട്ട് അങ്ങേയറ്റത്തെ ദുരിതം അനുഭവിച്ചവരും ഇതേ ഇസ്രായേലിയർ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് അവരെ മോചിപ്പിച്ചു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ലോകത്താർക്കും നൽകാത്ത അധികാരത്തിന്റെ പരിധി നൽകപ്പെട്ട പ്രവാചകനാണല്ലോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ജിന്നുകളുടെ ഭാഷ പോലും, മൃഗങ്ങളുടെ ഭാഷ പോലും കീഴൊതുക്കിക്കൊടുത്തു. ജിന്ന് വർഗങ്ങളെ, പക്ഷി മൃഗാദികളെ മുഴുവൻ നിയന്ത്രണത്തിൽ വരുത്തുന്ന തരത്തിൽ അധികാരത്തിന്റെ പരിധികൾ പടച്ച റബ്ബ് നിശ്ചയിച്ചു നൽകി. ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നതും ഇതേ ബനൂ ഇസ്രായേലിലൂടെയാണ്. പിന്നീട് അങ്ങോട്ട് എത്രയെത്ര അധികാര പരിധികൾ കടന്നു വന്നിട്ടുണ്ട്. ഇസ്രായേലരുടെ ചരിത്രം എടുത്തു നോക്കൂ. പിന്നീട് എത്രയെത്ര നിന്ദ്യതയുടെ ചരിത്രങ്ങൾ, അങ്ങേയറ്റത്തെ നിന്ദ്യരായി പോയ ചരിത്രങ്ങൾ നാം ഇന്ന് പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന ചരിത്രത്തിലുമുണ്ട്. യഹൂദികൾ പ്രയാസം അനുഭവിച്ചത്. ഇന്നും അവർ വീണ്ടും അധികാര പരിധികളിലേക്ക് തിരിച്ചു വരികയും അവരുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ, ഈ ദുനിയാവിലെ അധികാരമെന്ന് പറയുന്നത് അത് വെറും നൈമിഷികമാണ്. കേവലം വർഷങ്ങൾക്ക്, അല്ലെങ്കിൽ കേവലം ഒരു പ്രവിശ്യയുടെ മാത്രം അധികാര പരിധിയാണ് പടച്ച റബ്ബ് ഒരു കൂട്ടർക്ക്, ഒരു സമുദായത്തിന്, ഒരു വ്യക്തിക്ക് പടച്ച റബ്ബ് നൽകുന്നത്. ഖാറൂനിന്റെ ചരിത്രം നമുക്കറിയാം. അധികാരത്തിന്റെ പരിധി നൽകി, സമ്പത്തിന്റെ വലിയ അറ്റമില്ലാത്ത വലിയ ഓഹരി നൽകി. എന്തു സംഭവിച്ചു ഖാറൂനിന്റെ ചരിത്രത്തിന്? ഭൂമി പിളർന്ന് താഴേക്ക് പോയി എന്നാണ്. ഈ ദുനിയാവിൽ അധികാരവും ചെങ്കോലും ലഭിക്കുന്ന ആരും അന്ത്യനാൾ വരെ നിലനിൽക്കുന്നതല്ല എന്ന ഒരു വിശ്വാസം, പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് കണ്ണു നിറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോകുന്ന രംഗമുണ്ട്. കൂടെ പോകുന്ന മുഹാജിറുകളായ ആളുകളുണ്ട്. ജീവിതത്തിൽ അന്നുവരെ നേടിയതെല്ലാം ഉപേക്ഷിച്ച് വെറും കൈയോടുകൂടി ഈമാനിന്റെ കരുത്തു മാത്രം ഹൃദയത്തിലേന്തി അവര് പോകുമ്പോൾ അവരൊരിക്കലും അറിയില്ല ഞങ്ങൾക്കൊരു കാലം വരാനുണ്ട്, മക്ക ഞങ്ങളുടെ കീഴിൽ വരുമെന്ന്. അത് എന്നറിയില്ല. പക്ഷേ പടച്ച റബ്ബ് അധികാരത്തിന്റെ പരിധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. പോകുമ്പോൾ ഒന്നുമില്ലാതെ പോയാലും 2 രാജ്യങ്ങളെ, മദീനയെയും മക്കയെയും ഇസ്ലാമിക സാമ്രാജ്യം പടച്ച റബ്ബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാഗ്ദാനം ചെയ്തു വന്നാൽ, പ്രിയമുള്ളവരെ, ഇതുള്ളൂ അധികാരമെന്ന് പറഞ്ഞാൽ. ഈ അധികാരം ചിലപ്പോൾ പരീക്ഷണമായി കടന്നു വന്നേക്കാം. അധികാരം ചിലപ്പോൾ പരീക്ഷണമായി കടന്നു വന്നേക്കാം. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന സുദീർഘമായൊരു ഹദീസുണ്ട്. ആ ഹദീസ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാണ്, യാ മഅ്ശറൽ മുഹാജിരീൻ, മുഹാജിറുകളായ ആളുകളെ, ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന, 5 കാര്യങ്ങൾ വരാനുണ്ട്. ആ 5 പരീക്ഷണങ്ങൾ വരാനുണ്ട്. വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതിനെ കുറിച്ച് ഞാൻ പടച്ച റബ്ബിനോട് തേടുകയാണ്. അത് നിങ്ങളെ ബാധിക്കുന്നതിൽ നിന്ന് ഞാൻ പടച്ച റബ്ബിനോട് തേടുകയാണെന്ന് പറഞ്ഞ് 5 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് അതിലൊരു കാര്യം ഇങ്ങനെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആവർത്തിച്ച്, നമ്മൾ ചിന്തിച്ചുകൊണ്ട് കൃത്യമായി ഹൃദയത്തിലേക്ക് കയറ്റി വെക്കേണ്ടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം ഇതാണ്: വലം യൻകുസുൽ മിക്യാല വൽ മീസാന,
എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? തൂക്കത്തിലും അളവിലും കൃത്രിമം കാട്ടിയാൽ, നമ്മളൊക്കെ കച്ചവടക്കാര ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ, തൂക്കത്തിലും അളവിലും കൃത്രിമം കാണിച്ചാൽ ഇല്ലാ ഉഖിദൂ ബിസ്സിനീന, അവരെ വളർച്ച ബാധിക്കും. വശിദ്ദത്തിൽ മഉനതി, അവരുടെ ജീവിത ചെലവ് അവിടെ വർദ്ധിക്കും. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വജൗരി സുൽത്താനി അലൈഹിം, ഭരണാധികാരികളുടെ അതിക്രമം അവരെ ബാധിക്കാതിരിക്കൂല. കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുന്നുണ്ടോ, ആ സമുദായത്തിൽ വരൾച്ച അവരെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ ജീവിത ചെലവ് കൂടും. അധികാരത്തിന്റെ പരിധികൾ ചില ആളുകളിലേക്ക് കടന്നു ചെന്ന് ആ അധികാരത്തിലിരിക്കുന്ന ആളുകൾ അവരെ പ്രയാസപ്പെടുത്തും. ആലോചിച്ച് നോക്കൂ, ഈ 3 വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഒന്നാണിത്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 5 പറഞ്ഞതിൽ ഒന്ന്, വലം യൻകുദൂ അഹ്ദല്ലാഹി വഅഹ്ദ റസൂലിഹി, അല്ലാഹുവിന്റെ കരാറും റസൂലിന്റെ കരാറും അവരെ ലംഘിച്ചാൽ, അല്ലാഹുവിനോടുള്ള കരാറ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കരാറ് ലംഘിച്ചാൽ, കൃത്യമായി കേൾക്കണേ, ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വം മിൻ ഗൈരിഹിം. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അവർക്ക് പുറമേ നിന്നുള്ള ശത്രുക്കൾക്ക് അല്ലാഹു അവരുടെ മേൽ അധികാരം നൽകാതിരിക്കുകയില്ല. ഫഅഖദൂ ബഅദ മാ ഫീ ഐദീഹിം, മുസ്ലിങ്ങൾ അവരുടെ കയ്യിലുള്ള പലതും അവരിൽ നിന്ന് ശത്രുക്കൾ തട്ടിയെടുക്കും. മുസ്ലിങ്ങളുടെ കയ്യിൽ അവരുടേതാണെന്ന് കരുതിയ പലതും അവരുടെ ശത്രുക്കൾ തട്ടിയെടുക്കും. അവരുടെ ശത്രുക്കൾ തട്ടിയെടുക്കും. അത് സ്ഥലമാകാം, സ്ഥലപ്പേരുകളാവാം, അവർ പവിത്രമായി കണ്ടിരുന്ന പലതുമാകാം, പ്രത്യേകിച്ചെടുത്തു പറയാതെ പലതുമാകാം. അത് ശത്രുക്കൾ തട്ടിയെടുക്കുമെന്ന് മാത്രമല്ല, അവർക്ക് പുറമേ നിന്നുള്ള ശത്രുക്കളെ അല്ലാഹു അവർക്കുമേൽ അവർക്കധികാരം നൽകാതിരിക്കുകയില്ല. എന്തേ കാരണം? വലൻ യൻകുദു അഹ്ദല്ലാഹി വഅഹ്ദ റസൂലിഹി, അല്ലാഹുവിനോടുള്ള കരാർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കരാർ ലംഘിച്ചാൽ അല്ലാഹു ശത്രുക്കളിൽ നിന്ന് അധികാരം മുസ്ലിം സമൂഹത്തിനു മേൽ വെച്ചു തരുമെന്ന് ഹദീസിൽ ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന 4019 ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. 2 കാര്യങ്ങളെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, കച്ചവടത്തിൽ കൃത്രിമത്വം കാണിച്ചാൽ വരൾച്ച ബാധിക്കും, ജീവിത ചെലവ് കൂടും, അതേപോലെ തന്നെ അധികാര പരിധിയിലുള്ളവർ പ്രയാസപ്പെടുത്തും. രണ്ടാമതായിട്ട് പറഞ്ഞത്, പടച്ച റബ്ബിനെ മറന്നാൽ, അള്ളാഹുവിനോടുള്ള കരാറ് മറന്നാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കരാറ് മറന്നാൽ, സുന്നത്ത് മറന്നാൽ, അവിടെ പടച്ച റബ്ബ് ശത്രുക്കളെ നമുക്കെതിരിൽ അധികാര പരിധിയിൽ കൊണ്ടുവരും. വിശ്വാസികളുടെ കയ്യിലുള്ള പലതും ശത്രുക്കൾ കൈക്കലാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. നമ്മുടെ ജീവിതവുമായി ഈ കാലഘട്ടത്തിൽ തട്ടിച്ചു നോക്കേണ്ടതുണ്ട്. ഇതല്ലാതെ 3 കാര്യങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ നമുക്ക് ചർച്ച ചെയ്യാം. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ, ഇവിടെ എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്? ഇവിടെ ഒരു വിശ്വാസിയുടെ കടമ എന്താണ്? വിശ്വാസിയുടെ കടമ എന്താണ്? അവൻ ജീവിക്കുന്ന പരിധിയിൽ പല ആളുകളും അവനെ ഭരിച്ചേക്കാം, അവന് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ ഭരിച്ചേക്കാം, അവൻ ആശ്വാസമുണ്ടാകുന്ന തരത്തിൽ അധികാരത്തിന്റെ പരിധി അവന്റെ ചുറ്റുപാടുകൾക്ക് ലഭിച്ചേക്കാം. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് എന്താണ് പ്രിയമുള്ളവരെ നമ്മുടെ ബാധ്യത എന്താണ്? സൂറത്തു നൂറിന്റെ 55 ആയത്തിൽ അതിന് ഉത്തരമുണ്ട്. സൂറത്തു നൂറിന്റെ 55 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താണ് അല്ലാഹുവിന്റെ വാഗ്ദാനം എന്നറിയുമോ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ തീർച്ചയായും ഭൂമിയിൽ അവൻ അവർക്ക് പ്രാതിനിധ്യം നൽകുകയും ചെയ്യും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവർക്കതാ അവരുടെ ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ തന്നെ പടച്ച റബ്ബ് ചേർത്ത് പറയുന്നുണ്ട്, എന്തു ചെയ്യണമെന്നോ? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, എന്നെ ആരാധിക്കണം, പടച്ച റബ്ബിനെ ആരാധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പ്രഖ്യാപിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും ഒരാൾക്ക് കഴിയണം.
എങ്കിൽ പടച്ച റബ്ബ് അവർക്ക് സമാധാനം തിരിച്ചു നൽകും. അവർക്ക് അവരുടെ മതത്തിന്റെ വിഷയത്തിൽ പടച്ച റബ്ബ് അവന് സ്വാധീനം നൽകും. അതല്ലേ വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും, മതത്തിന്റെ വിഷയത്തിൽ സ്വാധീനം നൽകും. അതേപോലെ തന്നെ അവർക്ക് നിർഭയത്വം നൽകും. ഭയമുണ്ടായിരുന്നു അവർക്ക് പടച്ച റബ്ബ് നിർഭയത്വം നൽകും. എന്തേ ചെയ്യേണ്ടുള്ളൂ? യഅ്ബുദൂനനി, അല്ലാഹുവിനെ ഏകനാക്കണം. പ്രിയമുള്ളവരെ, വിശ്വാസി സമൂഹങ്ങളിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് കുമ്പിട്ട് സുജൂദ് ചെയ്ത് നെറ്റിയും മൂക്കും നിലത്തു വെച്ച് സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്നുച്ചരിച്ചു നമസ്കരിക്കുന്നവരിൽ എത്ര ആളുകളുണ്ട് പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുന്നവർ? നമ്മുടെ ചുറ്റുപാടുകളിൽ ആലോചിച്ച് നോക്കൂ. ജീവിതത്തിലൊരു പ്രയാസം വരുമ്പോൾ ജാറങ്ങളിലേക്ക് പോകാത്ത എത്ര മുസ്ലിങ്ങളുണ്ട്? മറ്റു കേന്ദ്രങ്ങളിലേക്ക് സഹായമർത്ഥിച്ചു ചെല്ലാത്ത എത്ര വിശ്വാസികളുണ്ട്? ഹജ്ജിന് പോകുമ്പോൾ പോലും ജാറങ്ങളിൽ ചെന്ന് ബർക്കത്ത് വാങ്ങി ഫ്ലൈറ്റ് കയറിപ്പോയി എല്ലാ പാപങ്ങളും പൊറുത്ത ഒരു കുഞ്ഞിനെ പോലെ തിരിച്ചു വന്ന് എയർപോർട്ടിൽ നിന്ന് ജാറങ്ങളിലേക്ക് കടന്നു ചെന്ന് ബർക്കത്ത് സ്വീകരിച്ച് വീട്ടിലേക്ക് വരുന്ന മുസ്ലിം ഉമ്മത്തിൽ എന്തു സഹായമാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രതീക്ഷിക്കുക? അതുകൊണ്ട് പടച്ച റബ്ബിനെ ഏകനാക്കണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രക്ഷ നേടാൻ കഴിയൂ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം, പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങൾ കടന്നു വന്നേക്കാം. പടച്ച റബ്ബിന്റെ പരീക്ഷണമാണത്. ആ പരീക്ഷണത്തിൽ വിജയിക്കണോ? റബ്ബിനെ മറക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് പ്രിയമുള്ളവരെ പകർന്നു നൽകുവാനുള്ളത്. അതുകൊണ്ട് തൗഹീദ് ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കുക. എന്തു പ്രതിസന്ധി വന്നോ അവിടെ രക്ഷയുണ്ട്. ഒരു റമദാനിന്റെ ചൈതന്യം മുസ്ലിം ഉമ്മത്തിൽ നിലനിർത്തി കൊണ്ടുപോകാൻ ഈ ഉമ്മത്തിന് സാധിക്കുന്നില്ല എന്നതാണ്. പത്രത്താളുകളിലും മറ്റുമൊക്കെ കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ മുസ്ലിം നാമധാരികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എവിടെ പോയി ഈ ഉമ്മത്തിന്റെ ഒരു മാസക്കാലത്തെ റമദാനിന്റെ ചൈതന്യം? എവിടെ പോയി? സ്വന്തത്തോട് ചോദിച്ചു നോക്കൂ. റമദാനിൽ എനിക്കുണ്ടായിരുന്ന ഈമാൻ, ഞാൻ നേടിയെടുത്ത തെക്കുവ എവിടെ പോയി അവസാനിച്ചു? എന്തുകൊണ്ട് എനിക്കത് നിലനിർത്താൻ കഴിയുന്നില്ല? അതിന്റെ കുറച്ചെങ്കിലും നിലനിർത്താൻ പ്രിയപ്പെട്ട വിശ്വാസികളെ, മുഅ്മിനുകളെ, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം പടച്ച റബ്ബിനോട്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു, യാത്രക്കാരനായ ഒരു മനുഷ്യൻ. യാത്രക്കാരനായ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, ഒരു മറയുമില്ല എന്നാണ്. അവനിങ്ങനെ കൈകളുയർത്തി യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മത്അമുഹു ഹറാം, അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. മൽബസുഹു ഹറാം, അവൻ ധരിച്ചിരിക്കുന്നതും ഹറാമാണ്. വഉദിയ ബിൽ ഹറാം, ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ്. പിന്നെ എങ്ങനെയാ അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? ഹറാം ജീവിതത്തിൽ കലരുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഓരോരുത്തരും അന്വേഷിക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മക്കൾക്ക് നൽകുന്ന ഒരു ഗ്ലാസ് പാനീയത്തിൽ ഹറാമിന്റെ മുതലുണ്ടോ? ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമിന്റെ മുതലുണ്ടോ? ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമിൻ്റെതാണോ? നമ്മൾ ഇരുന്നാലോചിക്കണം. കച്ചവടത്തിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തണം. നമ്മൾ പലരും കച്ചവടക്കാരാണ്, നമ്മിൽ പലരും മറ്റൊരു രൂപത്തിലല്ലെങ്കിൽ നേരിട്ടോ ബിസിനസ്സുകാരാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ കൃത്രിമത്വങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയണം. അതേപോലെ തന്നെ പടച്ച റബ്ബിനെ ഏകനാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഒരു മാസത്തെ റമദാനിന്റെ ചൈതന്യം ജീവിതത്തിൽ തുടർന്നുമുണ്ടായി ഹറാമുകളിൽ നിന്ന് മാറി മുന്നോട്ട് പോയാലേ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് രക്ഷ നേടാൻ കഴിയൂ. അങ്ങനെ രക്ഷ നേടുന്ന മുത്തക്കികളായ ആളുകളിൽ, തെക്കുവയുള്ള ആളുകളിൽ പടച്ച റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി.